അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിൽ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ആ ഒരു പേജ് നമ്പർ 25 ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് അന്ന് വിട്ടു പോയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യണം. അതിനുശേഷം സംസ് ആൻഡ് ടേംസ് എന്ന ഏരിയയിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർ നിങ്ങളുടെ പേരും ക്ലാസ്സും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആ ക്വസ്റ്റ്യനിൽ 6th ക്വസ്റ്റ്യനിൽ പ്രൂവ് ദാറ്റ് ദി അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11 എക്സെട്ര കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. 5, 8, 11 എക്സെട്ര എന്ന അരിത്മെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവില്ല. വാട്ട് യു മീൻ ബൈ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ദി സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ, അല്ലേ? എണ്ണൽ സംഖ്യകളുടെ വർഗത്തെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറയാം. ഈ ഒരു സീക്വൻസിൽ ആ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാ? 1, 1ൻ്റെ സ്ക്വയർ 1 ആണ്. 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദെൻ 2 സ്ക്വയർ ചെയ്താൽ നമുക്ക് 4 കിട്ടുക. 4 ഈസ് അനദർ പെർഫെക്റ്റ് സ്ക്വയർ. പിന്നെ 3യുടെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ, ഈ ടൈപ്പ് നമ്പേഴ്സ് ഒന്നും നമ്മുടെ സീക്വൻസിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് സീക്വൻസ് കണ്ടെയ്ൻസ് നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ നമ്മുടെ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഡിസ്കസ് ചെയ്യണം. ഒരു പ്രോപ്പർട്ടി ഉണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്. നോക്കി നിങ്ങൾ 1 അവിടെ നിൽക്കട്ടെ, നമുക്ക് 4 നോക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഓൾജിബ്ര ഒന്ന് എഴുതി നോക്കാം. എക്സൻ എന്താണ്? ഓൾജിബ്രയുടെ ഫോർമുല dn പ്ലസ് f - d ആണ് ഓൾജിബ്രയുടെ ഫോർമുല. ദറ്റ് ഈസ് ഈക്വൽ ടു dn കോമൺ ഡിഫറൻസിൻ്റെ കൂടെ n. ഇപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 3 ആണ്. അപ്പോൾ 3n പ്ലസ് f - d. f - d മീൻസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഇപ്പോൾ 5ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2 എന്ന് വരും. അപ്പോൾ നമ്മുടെ സീക്വൻസിൻ്റെ ഓൾജിബ്ര 3n പ്ലസ് 2 ആണ്. 3n പ്ലസ് 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള പ്രോബ്ലത്തിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3n പ്ലസ് 2 എന്ന ഓൾജിബ്ര വന്നാൽ നമ്മുടെ സീക്വൻസിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ദി ടേംസ് ഓഫ് ദി സീക്വൻസ് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3, അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സാണ് നമ്മുടെ സീക്വൻസിലുള്ളത്. നോക്കിയേ, 5, 1, 3, 3, 2 റിമൈനിങ്, അല്ലേ? 8 ആണ് അടുത്ത ടേം. 8ന് നോക്കിയേ, 2 3s are 6. അപ്പോൾ അവിടെ ഒരു 2 റിമൈനിങ് ആണ്. 6 + 2 ആണ് 8. പിന്നെ 3 3s are 9. 3 കൂടിയാൽ 9 വരിക. അതിന് 11 നോക്കുമ്പോൾ അവിടെ ഒരു 2 റിമൈൻസ്. അപ്പോൾ നമ്മുടെ സീക്വൻസിലുള്ള ടേംസിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3, അല്ലേ? എന്താ പ്രത്യേകത? ടേംസ് ഓഫ് അവർ സീക്വൻസ് ലീവ്സ് terms of the given sequence leave remainder 2 on division by 3. അപ്പോൾ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന ടൈപ്പ് നമ്പേഴ്സ് മാത്രമേ നമ്മുടെ സീക്വൻസിൽ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ സീക്വൻസിൽ പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല എന്നാണ്. പൂർണ്ണവർഗ സംഖ്യകളൊന്നും നമ്മുടെ സീക്വൻസിൽ ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഓൾജിബ്ര ഞാൻ കണ്ടെത്തി. 3n പ്ലസ് 2 അത് ഞാനിവിടെ വെക്കുകയാണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്ര xn ഈസ് ഈക്വൽ ടു 3n പ്ലസ് 2 ആണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന ടൈപ്പ് നമ്പേഴ്സാണ് നമ്മുടെ സീക്വൻസിലുള്ളത്. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് നോക്കാം. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 1 3 3, 1 റിമൈനിങ്. അപ്പോൾ റിമൈൻഡർ 1 ആണ്. ഇനി 9 ആണെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9. അപ്പോൾ റിമൈൻഡർ 0 ആണ്.
16 ആണ് അടുത്ത ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഉള്ളത്. 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 3s are 15. അപ്പോൾ 1 റിമൈനിങ്, റിമൈൻഡർ 1 ആണ്. 25നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 3 24 ആണ്, 1 റിമൈനിങ്. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 3s are 36, ദെൻ റിമൈൻഡർ 0. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഷനിൽ അറിയാം, നോർമലി 3 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരാൻ സാധ്യതയുള്ളത്, നോർമലി റിമൈൻഡർ വരാൻ സാധ്യതയുള്ളത് 0 1 2 ഈ 3 നമ്പേഴ്സാണ്. ഏത് നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3യോ അതിൽ കൂടുതലോ ഒരിക്കലും റിമൈൻഡർ വരില്ലല്ലോ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോർമലി ഒരു നമ്പറിനെ ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ വരിക 0 1 2 ആണ്. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കാണുന്നത് നമ്മൾ? ആ റിമൈൻഡറിൽ എന്തില്ല? 2 ഇല്ല. അപ്പോൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എപ്പോഴും ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അതാണ് ഫിക്സ് ചെയ്യാൻ നമുക്ക്. ഇഫ് വി ഡിവൈഡ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ബൈ 3, then the remainder is either 0 or 1. 0 1 മാത്രമേ റിമൈൻഡർ വരൂ, 2 വരില്ല. ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരില്ല. അപ്പോൾ നമ്മുടെ സീക്വൻസിലുള്ള ടേംസിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ സീക്വൻസിൻ്റെ ഓൾജിബ്ര 3n+2 ആണ്. 3n+2 എന്ന് പറഞ്ഞാൽ when the term of our sequence divided by 3, then the remainder is 2. But no perfect square there which leave remainder 2 on division by 3. അല്ലേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന റിമൈൻഡർ വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറും ഇല്ല. therefore our sequence contains no perfect squares. നമ്മുടെ സീക്വൻസിൽ ഒരു നമ്പർ വരണമെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് ആ പ്രത്യേകതയില്ല. പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും? 0 or 1 ആയിരിക്കും. അതുകൊണ്ട് വി ക്യാൻ സേ our sequence contains no perfect squares. ഇതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ. ഈസ് ഇറ്റ് ക്ലിയർ ടു യു? ക്ലിയർ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. യെസ്, അതോടുകൂടി ആ ഒരു സെക്ഷനിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ആണ് സംസ് ആൻഡ് ടേംസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ, സംസ് ആൻഡ് ടേംസ്. ഈ ഒരു ടോപ്പിക്കിൽ 2 പോയിൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 2 പോയിൻറ്റ്സ് പറഞ്ഞ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് ചെയ്യാം. ഓക്കെ, ലിസൺ. എ സീക്വൻസ് 4 7 10 എക്സെട്ര. 4 7 10 എക്സെട്ര എന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 3. ഞാനിതിൽ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ടേംസിൻ്റെ സമ്മ് കാണാണ്. 4 + 7 + 20. sum of 3 consecutive terms. 4 + 7 11 ആണ്, 11 + 10 21. അപ്പോൾ സമ്മ് 21 ആണ്. 21 ഇതിൻ്റെ മിഡിലുള്ള ടേം 7 ആണ്. ഞാനത് അവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 terms are added, then sum 21. മിഡിൽ ടേം ഈ 7. മിഡിൽ ടേം നടുവിലുള്ള ടേം 7 ആണ്. വേറൊന്ന് നോക്കാം. 6 10 14. ഇതും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വിത്ത് കോമൺ ഡിഫറൻസ് 4. ഇതിൻ്റെ 3 ടേംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6 + 10 + 14 ദറ്റ് ഈസ് ഈക്വൽ ടു 6 + 10 16 ആണ്, + 14 30 വരും. സമ്മ് 30 ആണ്. ഇതിൻ്റെ മിഡിൽ ടേം 10 ആണ്. 3 terms are added, സമ്മ് 30, മിഡിൽ ടേം 10. 3 terms ആണ്. Again another sequence 20 22 24 etc. ആ സീക്വൻസിൽ നമ്മൾ ടേംസിൻ്റെ സമ്മ് കാണുമ്പോൾ 20 + 22 + 24 വരും. 20 + 22 42 ആണ്, പ്ലസ് 24 എന്ന് പറഞ്ഞാൽ 66. മിഡിൽ ടേം ഈസ് 22.
സം ഈസ് 66. എന്താ ഇതിൻ്റെ റിലേഷൻ നോക്കി? 22ൻ്റെ 3 ടൈംസ് അല്ലേ 66? 10ൻ്റെ 3 ടൈംസ് അല്ലേ 30? 3 ടൈംസ് ഓഫ് 7 അല്ലേ 21? If you are adding 3 consecutive terms of an arithmetic sequence, then the middle term and sum, ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സം ഈസ് ഓൾവേസ് 3 ടൈംസ് ദി മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ 3 ടേംസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് ആണ്. ഓക്കെ, സം ഓഫ് 3 ടേംസ് ഈസ് ഓൾവേസ് 3 ടൈംസ് ദി മിഡിൽ ടേം. അത് ഏത് സീക്വൻസ് എടുത്ത് ചെക്ക് ചെയ്താലും കിട്ടും. ഇപ്പോൾ 10, 20, 30 ഇത് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ. ഇപ്പോൾ 10 + 20 30, 30 + 30 60. ഇപ്പോൾ സമ്മ് 60 ആണ്. ആ 60 മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് ആണ്. 20 × 3 ആണ് 60. ഓക്കെ, അപ്പോൾ കോൺസിക്യൂട്ടീവ് 3 ടേംസ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് their sum is equal to 3 times the middle term. 3 ടേംസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സമ്മ് 3 times the middle term ആണ്. Then instead of 3 terms we can take 5 terms. 5, 7, 9, 11, 13. There are 5 terms. 1, 2, 3, 4, 5 terms. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്കതിൻ്റെ സമ്മ് നോക്കാം. 5 + 7 12 ആണ്. 12 + 9 21 + 11 32 അല്ലേ? 32 + 13 32 + 13 55 ആണ്. ഇപ്പോൾ സമ്മ് 55 എന്ന് കിട്ടി. 55 ആണ് സമ്മ്. ഇതിൻ്റെ മിഡിൽ ടേം ഏതാ? 1, 2, 3, 4, 5 5 ഉണ്ട്. അപ്പോൾ 2 ഇപ്പുറത്തുനിന്ന് 2 അപ്പുറത്ത് മാറ്റിയാൽ മിഡിൽ ടേം 9 വരിക. ആ 9ഉം 55ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? 9ൻ്റെ 5 ടൈംസ് ആണ് 55. If you are adding 5 terms, then sum is middle term into 5. 5 times middle term ആയിരിക്കും ഇതിൻ്റെ സമ്മ് വരിക. അപ്പോൾ ഇവിടെ 5 ടൈംസ് വരാൻ കാരണം എന്താ? നമ്മൾ 5 ടേംസ് എടുത്തിട്ടുണ്ട് അല്ലേ? ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7 ടേംസ് എടുക്കുന്നു. 7 ടേംസ്. അപ്പോൾ അതിൻ്റെ സമ്മ് മിഡിൽ ടേമിൻ്റെ 7 ടൈംസ് ആയിരിക്കും. ഓക്കെ, 9 ടേംസിൻ്റെ സം എടുക്കുന്നു. therefore sum is equal to middle term into 9 ആണ്. ഞാനിപ്പോൾ പറഞ്ഞ നമ്പർ ഓഫ് ടേംസ് ഒക്കെ ഓടാണ്. 3 എണ്ണം 5 എണ്ണം 7 എണ്ണം അങ്ങനെ നമ്പർ ഓഫ് ടേംസ് ഓട് വരുന്ന കേസ് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുതൽ പറഞ്ഞതൊന്ന് നോക്കാം നമുക്ക് ഒരുമിച്ച്. 3 ടേംസ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 3 × മിഡിൽ ടേം. 5 ടേംസ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 5 ടൈംസ് മിഡിൽ ടേം. ഇനി 7 ടേംസ് ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു 7 × മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ ശരിക്കും ഇതൊന്നിങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ സമ്മ് കണ്ടെത്താനുള്ള ഒരു ജനറൽ ഫോർമുലയിലേക്ക് നമുക്ക് എത്താം. ഇവിടെ സമ്മ് കണ്ടെത്താൻ വേണ്ടി 2 നമ്പേഴ്സാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത്. ഒന്ന് മിഡിൽ ടേം ആണ്, പിന്നെ 7 ആണ്. വാട്ട് ഈസ് 7? നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ? ഇവിടെ 5 ടേംസ് എടുക്കുമ്പോൾ 5 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസിനെ മിഡിൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സീക്വൻസിൻ്റെ സമ്മ് കിട്ടും. ഈ മിഡിൽ ടേം എന്ന ടേം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, നടുവിൽ നിന്നൊരാളെ നമുക്ക് കിട്ടണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓടായിരിക്കണം. 5 എണ്ണം 7 എണ്ണം 9 എണ്ണം 11 എണ്ണം 15 എണ്ണം 13 എണ്ണം ആ ടൈപ്പ് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മാത്രമേ മിഡിൽ ഒരു നമ്പർ ഉണ്ടാവും. അവിടെ മാത്രമേ മിഡിൽ ടേമിന് സ്കോപ്പ് ഉള്ളൂ. ഓക്കെ, ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഡ്, then sum is equal to middle term into number of terms. Very important formula. Sum is equal to
സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് ഓടാവുന്ന കേസിൽ സമ്മ് കാണാനുള്ള ഫോർമുലയാണ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 25 ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം ഏതാണെന്ന് നോക്കുക, അതിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ സമ്മ് കിട്ടി. 75 ടേംസിൻ്റെ സമ്മ് കാണണം, അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു 75. അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓടാവുന്ന കേസിൽ സമ്മ് കാണാനുള്ള ഫോർമുല. സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഈ കാര്യം പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ നമ്മൾ ഓർക്കണം. ഞാനിപ്പോൾ 3 എണ്ണം 5 എണ്ണം 7 എണ്ണം ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ ഏത് നമ്പറാണെന്ന് നമുക്ക് കറക്റ്റ് പറയാം. പക്ഷേ കൂടുതൽ നമ്പേഴ്സ് വരുമ്പോൾ മിഡിൽ നമ്പർ എത്രാമത്തതാണെന്ന് അറിയണം. അതിന് ജനറലായിട്ട് പറയാം, നമുക്ക് x1 x2 x3 x4 x5. നോക്കിയേ നിങ്ങൾ, 1 2 3 4 5 ടേംസ് ആണ്. 5 ടേംസ് ആകുമ്പോൾ മിഡിലുള്ളത് തേർഡാണ്. 5 ടേംസ് ആകുമ്പോൾ മിഡിൽ ഉണ്ടാവുക തേർഡ് ടേമാണ്. ഈ തേർഡ് ടേം എന്ന് പറയുന്നത് 5നോട് 1 ആഡ് ചെയ്താൽ 6, അതിൻ്റെ ഹാഫാണ് 3. അപ്പോൾ മിഡിൽ ടേം കാണാൻ നമ്മൾ n+1/2 ഇതാണ് മിഡിൽ ടേമിൻ്റെ പൊസിഷൻ. ഇപ്പോൾ 25 ടേംസ് ഉണ്ടെന്ന് കരുതുക, ഒരു സീക്വൻസിൽ 25 ടേംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സമ്മ് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞു മിഡിൽ ടേം ഇൻറ്റു 25 ആണ്. ഇനി മിഡിൽ ടേം എത്രാമത്തെ ടേമാണെന്ന് നോക്കണം. അതിന് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. 25 + 1/2, അപ്പോൾ 26ൻ്റെ ഹാഫ് 13th ടേം ആയിരിക്കും മിഡിൽ ടേം. ഇഫ് ദർ ആർ 25 ടേംസ്, മിഡിൽ ടേം ഈസ് ദി 13th ടേം. അത് എത്രാമത്തതാണ് മിഡിൽ ടേം എന്നറിയാൻ ഇതിനോട് 1 ആഡ് ചെയ്തിട്ട് ഹാഫ് ആക്കിയാൽ മതി. ഓക്കെ, അനദർ എക്സാമ്പിൾ. 17 ടേംസിൻ്റെ സമ്മ് കാണണം. 17 ടേംസ്. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം ഏതാ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. എത്രാമത്തതായിരിക്കും മിഡിൽ ടേം? ഓക്കെ, 17 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം എത്രാമത്തതാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. 17നോട് 1 ആഡ് ചെയ്യുക, അപ്പോൾ എന്ത് വരും? 18 വരും അല്ലേ? അതിൻ്റെ ഹാഫ് 9, അപ്പം 9th ടേം ആയിരിക്കും മിഡിൽ ടേം. ഇഫ് ദർ ആർ 17 ടേംസ്, 9th ടേം ഈസ് ദി മിഡിൽ ടേം. ഇഫ് ദർ ആർ 15 ടേംസ്, 15 ടേംസ് ഉണ്ടെങ്കിൽ മിഡിൽ ടേം 15 + 1 16 ആണ് /2, അപ്പോൾ 8th ടേം ആയിരിക്കും മിഡിൽ ടേം. ഓക്കെ, ദെൻ ദർ ആർ 61 ടേംസ്. 61 ടേംസ് ഉണ്ട് ഒരു സീക്വൻസിൽ. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം എത്രാമത്തതാ? 61നോട് ഒരു 1 ആഡ് ചെയ്യുക, അപ്പോൾ 62 ആയി. അതിൻ്റെ ഹാഫ് എടുക്കുക, അപ്പോൾ 31st ടേം ആണ്. 31st ടേം ആണ് മിഡിൽ ടേം. അപ്പോൾ ഈ മിഡിൽ ടേമിൻ്റെ പൊസിഷൻ ഉണ്ടല്ലോ, എത്രാമത്തതാണ് മിഡിൽ ടേം എന്ന് നോക്കാൻ നമ്മളോട് 1 ആഡ് ചെയ്തിട്ട് ഹാഫ് ആക്കിയാൽ മതി. ഇബ്ന ഫാത്തിമ, ക്ലിയർ ആയോ? സമ്മ് കാണാനുള്ള ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഇനി ഈ മിഡിൽ ടേം എത്രാമത്തതാണെന്ന് അറിയണം, എന്നാലല്ലേ നമുക്ക് പ്രോബ്ലം ചെയ്യാനാവും. മിഡിൽ ടേം എത്രാമത്തതാണെന്ന് അറിയാൻ നമ്മൾ ചെയ്യേണ്ടത് ആ നമ്പറിനോട് 1 ആഡ് ചെയ്യുക, എന്നിട്ട് ഹാഫ് ആക്കുക. ആ കിട്ടുന്ന നമ്പർ എന്താണോ അത്രാമത്തതാണല്ലേ, അതായിരിക്കും ആ ടേമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ നമ്പർ ഓഫ് ടേംസ് ഓഡ് വരുന്ന കേസിൽ സമ്മ് കാണാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇബ്ന ഫാത്തിമ ക്ലിയർ ആയി? യെസ്. ഓക്കെ, ഇനി ഇപ്പോൾ ഓഡ് വരുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേ. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ സമ്മ് കാണാൻ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഫോർമുല ഫിക്സ് ആയി. ഇനി മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തതാണ് എന്ന് കണ്ടെത്താൻ ഇപ്പോൾ 25 ടേംസ് ആണുള്ളതെങ്കിൽ 25നോട് 1 ആഡ് ചെയ്യുക, 26, അതിൻ്റെ പകുതി, ഇപ്പോൾ 13th ടേം ആയിരിക്കും മിഡിൽ ടേം അല്ലേ? അങ്ങനെ ഏത് നമ്പർ ഓഫ് ടേംസ് കിട്ടിയാലും ഓടാണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഓടാണെങ്കിൽ അതിൽ മിഡിൽ ടേം കാണാം, അതിനോട് 1 ആഡ് ചെയ്തിട്ട് ഹാഫ് ആക്കിയാൽ മതി. അതവിടെ ക്ലിയർ ആയേ, ഫിക്സ് ആയേ.
ഇനി ഈവൺ നമ്പേഴ്സ് വരുന്ന കേസിൽ നമ്മൾ ഈ സമ്മിന് ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യണം. ഈവൺ നമ്പർ ഓഫ് ടേംസ് നോക്കിക്കോളൂ. 4, 7, 10, 13, 16, 19, 1, 2, 3, 4, 5, 6, 22, ഒരു 25, 8 ടേംസ് ഉണ്ട്. ഈ 8 ടേംസിൽ 4 + 3 7 + 3 10 + 3 13 + 3 16 + 3 19 അങ്ങനെ 3 ആഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 3 ഉള്ള ഒരു സീക്വൻസിൻ്റെ 8 ടേംസ് ആണ് ഞാൻ എഴുതിയത്. ഓക്കെ, ഇതിൽ ഞാൻ ഓരോ ടേമിൻ്റെയും പൊസിഷനെ കാണിക്കുകയാണ്. x1 x2 x3 x4 x5 x6 x7 x8 എല്ലാ ടേമിൻ്റെയും പൊസിഷൻ മോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടേമും 8th ടേമും ആഡ് ചെയ്യുന്നു. x1ഉം x8ഉം ആഡ് ചെയ്യുന്നു. അപ്പോൾ 4 + 25 ആണ്. അപ്പോൾ 29 കിട്ടി. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ 7ഉം 22 ആഡ് ചെയ്യുന്നു. അതിൻ്റെ പൊസിഷൻ നോക്കി. സെക്കൻഡും ഈ 22 എന്ന് പറയുന്നത് 7th ആണ്. 7th ആഡ് ചെയ്യുന്നു. 7 + 22 ദാറ്റ് ഈസ് ഓൾസോ 29. പിന്നെ 10ഉം 19ഉം ആഡ് ചെയ്യുന്നു. പൊസിഷൻ എന്താണ്? x3 ആണ്, 3rd ആണ്. 19 എന്നത് 6th ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 29. 10 + 19 29 ആണ്. നെക്സ്റ്റ് 13ഉം 16ഉം ആഡ് ചെയ്യുന്നു. പൊസിഷൻ x4 + x5 ആണ്. അത് ആഡ് ചെയ്യുമ്പോഴും 29 തന്നെയാണ്. ഈ സമ്മൊക്കെ സെയിം വന്ന് കണ്ടില്ലേ നിങ്ങൾ? ഈ സമ്മ് സെയിം 29 29 29 29 തന്നെ വരുന്നു. ഏതെങ്കിലും 2 ടേംസ് എടുത്ത് ആഡ് ചെയ്താൽ ഇങ്ങനെ ഒരുപോലെ വരില്ല. അപ്പോൾ നമ്മൾ എടുത്ത ടേംസിൻ്റെ പ്രത്യേകത നോക്കുക. ഫസ്റ്റും 8ഉം ആ പൊസിഷൻ 1 8 ആണ്. 1ഉം 8ഉം പൊസിഷൻ സമ്മ് എത്രയാണ് അവിടെ? 1 + 8 9 ആണ്. പൊസിഷൻ സമ്മ് 9 ആണ്. ഇൻ ദി സെക്കൻഡ് 7th ഇപ്പോൾ പൊസിഷൻ 2ഉം 7ഉം ആണ്. അപ്പോൾ ആ 2 ടേംസിൻ്റെ സമ്മ് 29 തന്നെയാണ്. ഇവിടെ പൊസിഷൻ സമ്മ് 9 ആണ്. ഇവിടെയും പൊസിഷൻ സമ്മ് 9 ആണ്. 2 + 7 9 ആണ്. 3 + 6 9 ആണ്. 4 + 5 9 ആണ്. If the sum of the positions are same, then their sum is also equal. പൊസിഷൻ സമ്മ് സെയിം ആണെങ്കിൽ ആ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. ഇപ്പോൾ ഏതോ ഒരു സീക്വൻസിൽ 10th ടേമും 15th ടേമും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് 2500 കിട്ടി. ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 2 ടേംസ് ആഡ് ചെയ്തു. എത്രാമത്തതാ? 10th 15th 10ാമത്തെയും 15ാമത്തെയും ടേംസ് എടുത്തിട്ട് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 2500 ആണ്. ഇതേ സീക്വൻസിൻ്റെ 5th ടേമും 20th ടേമും ആഡ് ചെയ്താൽ എന്ത് ആൻസറാണ് കിട്ടുക? The sum of the 10th and 15th terms equal to 2500. Then if you are finding the sum of 5th and 20th terms of the same sequence, then what will be the answer? ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. ഇവിടെ 10th 15th പൊസിഷൻ 10 15 ആ പൊസിഷൻ്റെ സമ്മ് 25 ആണ്. പൊസിഷൻ സമ്മ് 25 ആണ്. ഹിയർ 5 and 20 5th 20th ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ സമ്മ് നേരത്തെ കണ്ട 25 തന്നെയല്ലേ? സോ ദെയർ സം ഈസ് ഓൾസോ ഈക്വൽ ടു 2500. ഇഫ് ദി പൊസിഷൻ സം സെയിം, ദെൻ സം ഓഫ് ദി ടേംസ് ഓൾസോ സെയിം. വൺ മോർ. x12 + x13
ഈ സീക്വൻസിൻ്റെ 12th ടേമും 13th ടേമും ആഡ് ചെയ്യുക. അപ്പോൾ പൊസിഷൻ സമ്മ് 12 + 13 25 തന്നെയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സെയിം പൊസിഷൻ സമ്മാണ്. അപ്പോൾ ആ ടേംസിൻ്റെ സമ്മ് 2500 തന്നെയാണ് വരിക. പൊസിഷൻ സമ്മ് ഈക്വലായിട്ട് വരുന്ന ടേംസ് ആണെങ്കിൽ അതിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്ത് പറയുന്ന മറ്റൊരു പോയിന്റ്. അത് നിങ്ങൾക്ക് കാണാം. പേജ് നമ്പർ 27 ഒരു ബോക്സിൽ കാണാം നിങ്ങൾക്ക്. ഇഫ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് ദി സം ഓഫ് പൊസിഷൻസ് ഓഫ് ടു പെയേഴ്സ് ഓഫ് ടേംസ് ആർ ഈക്വൽ then the sums of the pairs of the terms also equal. ആ ബോക്സിലുള്ള കണ്ടന്റ് കൂടെ പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആവുന്ന കേസിലും നമ്പർ ഓഫ് ടേംസ് ഈവൺ ആവുന്ന കേസിലും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടത് ഈ ഒരു ഏരിയയിൽ. ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആണോ? നോട്ട് എഴുതുമ്പോൾ പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ബോക്സിലുള്ള 27th പേജിൽ ബോക്സിലുള്ള ആ പോയിന്റും കൂടെ എഴുതിയാൽ അതിൻ്റെ നോട്ട് അവിടെ കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? 10th 15th 25 ആണ് പൊസിഷൻ സമ്മ്. അപ്പോൾ ആ ടേംസ് 10ാമത്തെയും 15ാമത്തെയും ടേംസ് ആഡ് ചെയ്യുമ്പോൾ 2500 വരുന്നതെങ്കിൽ നമ്മൾ 5 20 5th ടേമും 20th ടേമും എടുത്താൽ അതും ആഡ് ചെയ്യുമ്പോൾ 2500 വരിക. 12th 13th എടുത്താൽ 12 + 13 25 ആണ്. അപ്പോൾ ആ ടേംസിൻ്റെ സമ്മും 2500 വരിക. ഓക്കെ, എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണെന്ന്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കോളൂ. ഫസ്റ്റ് പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് 30 ആസ് ദി സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ഫസ്റ്റ് 5 ടേംസിൻ്റെ സമ്മ്, അതായത് x1 + x2 + x3 + x4 + x5 5 ടേംസിൻ്റെ സമ്മ് 30 വരണം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 30 വരത്തക്ക രീതിയിലുള്ള 3 അരിത്മെറ്റിക് സീക്വൻസസ് 3 സമാന്തര ശ്രേണികൾ എഴുതണം. തുടർച്ചയായ 5 എണ്ണം ആഡ് ചെയ്യുമ്പോൾ 30 വരണം. ഇവിടെ നമ്പർ ഓഫ് ടേംസ് 5 ആണ്. 5 എന്ന് പറയുന്ന ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ വി ക്യാൻ ഫൈൻഡ് എ മിഡിൽ ടേം. ഏതാ മിഡിൽ ടേം? തേർഡ് ടേം ആണ് മിഡിൽ ടേം. 5 ടേംസ് എടുക്കുമ്പോൾ 5 + 1 6, അതിൻ്റെ ഹാഫ് 3. അപ്പോൾ തേർഡ് ടേം ആണ് മിഡിൽ ഉണ്ടാവുക. ഈ മിഡിൽ ടേമും സമ്മും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? എന്താ അത്? സം ഈസ് ഈക്വൽ ടു നമ്പർ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് സമ്മിൻ്റെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം നമുക്ക് കണ്ടെത്താം. മിഡിൽ ടേം ഈക്വൽ ടു നോക്കുമ്പോൾ ഈ നമ്പർ ഓഫ് ടേംസ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ മിഡിൽ ടേമിൻ്റെ ഫോർമുല എന്താ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. മിഡിൽ ടേം കാണാനുള്ള ഫോർമുലയാണ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ മിഡിൽ ടേം തേർഡ് ടേം ആണ്. അപ്പോൾ തേർഡ് ടേം കാണാൻ x3 കാണാൻ സം 30 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 1 2 3 4 5 ആണ് നമ്പർ ഓഫ് ടേംസ്. ദറ്റ് ഈസ് ഈക്വൽ ടു 6. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. ഹിയർ given that sum is equal to 30 and number of terms 5. So x3 ആണ് മിഡിൽ ടേം, തേർഡ് ടേം ആണ് മിഡിൽ ടേം. ദറ്റ് ഈസ് ഈക്വൽ ടു 30/5 എന്ന് വരും. 30/5 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ മിഡിൽ ടേം ആയിട്ട് 6 വേണം എന്നത് മാത്രമാണ് കണ്ടീഷൻ. അപ്പോൾ മിഡിൽ ആ മൂന്നാമത്തെ ടേമായിട്ട് 6നെ കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ടേംസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതാ ഞാൻ 6നെ മിഡിൽ ടേം അവിടെ വെച്ചു. 2 ടേം റൈറ്റിലും 2 ടേം ലെഫ്റ്റിലും വരണം. അതിന് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഏത് നമ്പർ ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ 6ന് ഞാനൊരു കോമൺ ഡിഫറൻസ് 2 ആയിട്ട് സങ്കല്പിക്കുന്നു. 2. അപ്പോൾ 6 + 2 8 + 2 10. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 2 ലെസ് ചെയ്താൽ 4, വീണ്ടും 2 ലെസ് ചെയ്താൽ 2.
അപ്പോൾ 2 4 6 8 10 നടുവിൽ 6 വേണമെന്നുള്ളതാണ് നമ്മളെ കണ്ടീഷൻ. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. നോക്കിയേ 2 + 4 6 + 6 12 + 8 20 + 10 30 ആണ്. ഇനി ഇതുപോലെ നമുക്ക് മിഡിൽ ടേം മറ്റ് 6 വെച്ചിട്ട് കോമൺ ഡിഫറൻസ് ചേഞ്ച് ചെയ്തെടുക്കാം. നോക്കിയോ, ഇപ്പം ഞാൻ ചെയ്തത് 6 വെച്ചു, കോമൺ ഡിഫറൻസ് 2 എടുത്തിട്ട് 8 10 കൊടുത്തു, ഇവിടെ 4 2. ഇനി മിഡിൽ ടേം അങ്ങനെ തന്നെ 6 ആയിട്ട് കീപ്പ് ചെയ്യുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് അങ്ങ് ചേഞ്ച് ചെയ്യുക. ഏതെങ്കിലും നമ്പർ എടുക്കുക. ഒരു 1 എടുത്താൽ 7 8 5 4. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ റൈറ്റിലേക്ക് 1 ഇൻക്രീസ് ചെയ്യും, ലെഫ്റ്റിലേക്ക് 1 ഡിക്രീസ് ചെയ്യും. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് 4 5 6 7 8 എന്ന് കിട്ടും. ഇനി ഇവിടെ 6 കീപ്പ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് ഒരു 4 എടുക്കാം. അപ്പോൾ 6 + 4 10 + 4 14. 4 ലെസ് ചെയ്താൽ 2 ആണ്. വീണ്ടും 4 ലെസ് ചെയ്താൽ -2 വരും. ആഡ് ചെയ്യുമ്പോൾ -2 + 2 കൂടെ ക്യാൻസലായി. 6 + 10 16 + 14 30 ആണ്. കണ്ടോ, ഇവിടെ നോക്കിയേ 4 + 5 9 + 16 9 + 6 15 + 7 22 + 8 30. ഇതിൻ്റെയൊക്കെ സമ്മ് 30 ആണ്. എത്ര വലിയ കോമൺ ഡിഫറൻസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ 6 എടുത്തു, എന്നിട്ട് കോമൺ ഡിഫറൻസ് ഒരു 20 എടുത്തു. 20 എടുക്കുമ്പോൾ 6 + 20 26, 26 + 20 46. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് 20 ലെസ് ആവണം. 6 നിന്ന് 20 ലെസ് ചെയ്യുമ്പോൾ -14 അല്ലേ. -14 വീണ്ടും 20 ലെസ് ചെയ്താൽ -34. ഇത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് 30 എന്നുള്ള ആൻസറാണ് കിട്ടുക. 6 + 26 32, 32 + 46 32 + 46 78 വരും. ഈ 78ൽ നിന്ന് ഇത് നെഗറ്റീവ് നമ്പേഴ്സാണ്. 34ഉം 14ഉം ആഡ് ചെയ്യുമ്പോൾ 48 വരും. കണ്ടോ, 78 നിന്ന് 48 മൈനസ് ചെയ്താൽ 30 ആണ്. ഇപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ ഏത് നമ്പർ സെലക്ട് ചെയ്താലും മിഡിലിൽ കറക്റ്റ് 6നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ 2 ടേംസും ലെഫ്റ്റിൽ 2 ടേംസും എഴുതിയാൽ അതിൻ്റെ ടോട്ടൽ സം എപ്പോഴും 30 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ സം ഓഫ് കോൺസിക്യൂട്ടീവ് 3 ടേംസ് 30 വരുന്ന രൂപത്തിൽ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുക. 3 നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. മിഡിലിൽ 6 വെക്കുക, കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക, റൈറ്റിൽ 2 എണ്ണം ലെഫ്റ്റിൽ 2 എണ്ണം. സംഗതി കഴിഞ്ഞു, ഫിനിഷ്. ക്ലിയർ ആണോ? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്ന ഐഡിയ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, യെസ്, ഗുഡ്. നെക്സ്റ്റ്, ദി ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1. ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ക്വസ്റ്റൻ ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1 and the sum of the first 4 terms 100. Sum of the first 4 terms, second, third, fourth, ഈ 4 ടേംസിൻ്റെ സമ്മ് 100 ആണ്. ഫസ്റ്റ് ടേം ഈസ് 1 ആൻഡ് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് 100. ഫൈൻഡ് ദി ടേംസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ 4 എണ്ണം കൂട്ടിയാൽ അതിൻ്റെ സമ്മ് കണ്ടാൽ നമുക്ക് 100 കിട്ടും. ഫസ്റ്റ് ടേം 1 ആണ്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ടേംസ് കണ്ടെത്തണം നമുക്ക്. ഇതിൻ്റെ ടേംസിൻ്റെ പൊസിഷൻ പറയുമ്പോൾ x1 x2 x3 x4 4 ടേംസ് ആണ് തന്നത്. ഇത് 2 രീതിയിൽ ചെയ്യാം നമുക്ക്. ഒന്നുകിൽ ഇത് നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണല്ലോ, 1 2 3 4 4 എണ്ണം അല്ലേ. ഈവൺ ആവുമ്പോൾ പൊസിഷൻ സമ്മ് ഈക്വൽ ആവുമ്പോൾ ആ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആവും എന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റും ഫോർത്തും ആഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെ കിട്ടണം സെക്കൻഡും തേർഡും ആഡ് ചെയ്താലും. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് x1 + x4 ചെയ്താലും x2 + x3 ചെയ്താലും സെയിം ആൻസറാണ് വരേണ്ടത്. ഫസ്റ്റ് ഫോർത്ത് പൊസിഷൻ നോക്കിയ 1 4 5 ആണ് ആഡ് ചെയ്യുമ്പോൾ. ഇവിടെ പൊസിഷൻ സമ്മ് 2 + 3 അതും 5 ആണ്. അപ്പോൾ x1 + x4ഉം x2 + x3യും ഈക്വൽ ആവണം. അതിൻ്റെ ടോട്ടൽ സമ്മ് 100 ആണ്. അല്ലേ, ഇതൊരു പെയറാണ്, ഇത് അടുത്ത പെയറാണ്. ആ 2 പെയറും കൂടെ ചേരുമ്പോൾ ടോട്ടൽ 100 വരണം.
അപ്പോൾ ഈ x1 + x4 50 ആയിരിക്കണം, x2 + x3 50 ആയിരിക്കണ്ടേ. രണ്ടും ഈക്വൽ ആവുകയും വേണം, അതിൻ്റെ സമ്മ് 100 വരെയുമാണെന്ന് പറയുമ്പോൾ x1 + x4 100 ആയിരിക്കണം, x2 + x3 100 ആയിരിക്കണം. സോറി 50 ആയിരിക്കണം. x1 + x4 50 ആണ്, x2 + x3 50 ആണ്. രണ്ട് പെയറിൻ്റെ സമ്മും 50 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമായില്ലേ, 1 ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഫസ്റ്റ് ടേം x1 നമ്മളുടെ കയ്യിലുണ്ട്, x1 = 1 ആണ്. ദെർഫോർ x4 കാണാൻ 50യിൽ നിന്ന് 1 അങ്ങ് ലെസ് ചെയ്താൽ മതി. ഇപ്പോൾ 49 കിട്ടും. ഇവിടുത്തെ ടേം 49 കിട്ടി. 1 + 49 50 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം 1 ആയതുകൊണ്ട് നമുക്ക് ഫോർത്ത് ടേം 49 ആണെന്ന് പറയാം. ഇനിയിപ്പോൾ രണ്ട് ടേംസ് കിട്ടിയല്ലോ, ഇനി കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലുള്ള ടേം ഈസി ആയിട്ട് പറയാം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് = ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും അറിയാലോ. അപ്പോൾ 49 - 1 ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 4 - 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 49 - 1 48 ആണ്, ബൈ 4 - 1 3 ആണ്. അപ്പോൾ 16 കിട്ടും. ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 16 ആണെന്ന് കിട്ടി. അപ്പോൾ 16 ആഡ് ചെയ്താൽ മതി. 1 + 16 17. അപ്പോൾ ഈ ടേം കിട്ടി അല്ലേ. x2 = 1 + 16, ഇപ്പോൾ 17. പിന്നെ x3 കാണാൻ ഇതിനോട് വീണ്ടും ഒരു 16 ആഡ് ചെയ്യുക. അപ്പോൾ 17 + 16 33. അപ്പോൾ ആ 4 ടേംസുമായി 1 17 33 49. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാർഗം, ഈവൺ നമ്പർ ഓഫ് ടേംസ് എടുത്തിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്, ഫസ്റ്റും ഫോർത്തും ആഡ് ചെയ്താലും സെക്കൻഡും തേർഡും ആഡ് ചെയ്താലും സെയിം ആൻസർ വരണം. അത് 50 ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ 1 വന്നതുകൊണ്ട് ലാസ്റ്റ് 49 കൊടുത്തു. 49 + 1 50 ആണ്. അപ്പോൾ ഫോർത്ത് ടേം 49ഉം ഫസ്റ്റ് ടേം 1ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. Then 49 - 1 divided by 4 - 1. 49 - 1 48 by 3 = 16. So we get the common difference as 16. Then for finding the terms, first add 16 to 1 17 plus 16 33 plus 16 49. അത് കംപ്ലീറ്റ് സെറ്റായി. ഇതാണ് ഇതിൻ്റെ ഒരു മാർഗം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത മാർഗം നോക്കാം നമുക്ക്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു മെത്തേഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം 1 തന്നിട്ടുണ്ടല്ലോ, ഫസ്റ്റ് ടേം 1 തന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡും തേർഡും ഫോർത്തും നമുക്കറിയില്ല. ഈ 4 കൂടെ ടോട്ടൽ സമ്മ് 100 ആണ്. അപ്പോൾ അതിലൊരു 1 ഓൾറെഡി ഉണ്ടല്ലോ. ആ 1 ഒഴിവാക്കിയാൽ റിമൈനിങ് 3 ടേംസിൻ്റെ സമ്മ് 99 അല്ലേ വരിക. ആ 99ഉം ഈ 1ഉം കൂടെ ചേർന്നിട്ടാവില്ലേ 100 ഉണ്ടാവുന്നത്. സോ ഹിയർ ഫസ്റ്റ് ടേം given 1 and sum of the first 4 terms = 100. So we can easily say that the sum of the remaining 3 terms means second, third and fourth. Then sum of these 3 terms should be equal to 99. Okay, here the number of terms odd ആണ്. Then there is a middle term. ഈ 3 നമ്മൾ മിഡിൽ ടേം ഇതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് x3 എന്ന മിഡിൽ ടേം, ഈ 3 മാത്രം നോക്കിയിട്ട് മിഡിൽ ടേം എടുക്കുമ്പോൾ സം ഡിവൈഡഡ് ബൈ 1 2 3 നമ്പർ ഓഫ് ടേംസ് = 33 കിട്ടും അല്ലേ. ആ ലാസ്റ്റ് 3 ടേംസിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മിഡിൽ ടേം കണ്ടെത്തിയാൽ 33 കിട്ടും. അപ്പോൾ x3 33 ആകും. അപ്പോൾ 1 ഉണ്ട് 33 ഉണ്ട്. സിമ്പിൾ. കോമൺ ഡിഫറൻസ് = ടേം ഡിഫറൻസ് മൈനസ് പൊസിഷൻ ഡിഫറൻസ്. തേർഡും ഫസ്റ്റുമാണ്. തേർഡും ഫസ്റ്റും എന്ന് പറയുമ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 - 1 വരും. =32 by 2 = 16. ഉണ്ടാ നേരത്തെ കിട്ടിയ സെയിം കോമൺ ഡിഫറൻസ് 16 കിട്ടി. ഇപ്പോൾ 1 + 16 17. ഇനി 33നോട് 16 ആഡ് ചെയ്തിട്ട് 49. അപ്പോൾ അത് മുഴുവനായി. ഈ ഒരു മെത്തേഡിലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം ചെയ്ത് നമ്മൾ ഈവൺ നമ്പർ ഓഫ് ടേംസ് എടുത്തിട്ട്
ആ ടേം പൊസിഷൻ നോക്കിയിട്ട് ചെയ്താണ്. ഇപ്പോൾ ഫസ്റ്റ് 1 എന്ന നമ്പർ തന്നതുകൊണ്ട് ആ 1നെ അവിടെ മാറ്റി വെച്ചു. ടോട്ടൽ സമ്മ് 100 ആയതുകൊണ്ട് റിമൈനിങ് 3 ടേംസിൻ്റെ സമ്മ് 99 ആണെന്ന് നമ്മൾ സങ്കല്പിച്ചു. അപ്പോൾ ഈ 99 കിട്ടിയ മിഡിൽ ടേം കാണാൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ 33 വരും. ഇവിടെ 33 ആണെങ്കിൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അത് വെച്ചിട്ട് ടേംസ് എഴുതാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു മെത്തേഡ്. ക്ലിയർ ആണോ? 2 മെത്തേഡ്സും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് എല്ലാവരും. ഓക്കെ, യെസ്. പിന്നെ നമ്മുടെ പോകേണ്ടത് തേർഡ് ക്വസ്റ്റ്യനിലാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഒരു പ്രൂഫാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. പ്രൂവ് ദാറ്റ് ഫോർ എനി consecutive terms of an arithmetic sequence, the sum of the two terms on the two ends and sum of the two terms in the middle are same. അതായത് ഫസ്റ്റ് 4 ടേംസ് x1 x2 x3 x4 എടുത്താൽ പ്രൂവ് ദാറ്റ് സം ഓഫ് ദി ടു ടേംസ് അറ്റ് ദി എൻഡ്സ്, രണ്ടറ്റത്തുള്ള 2 ടേംസിൻ്റെ സമ്മ്, അതായത് x1 പ്ലസ് x4 ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി 2 ടേംസ് ഇൻ ദി മിഡിൽ. നമ്മൾ നേരത്തെ യൂസ് ചെയ്തൊരു സംഗതി തന്നെയായത്. അത് പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഇല്ല നമ്മളെ കയ്യിൽ. നമ്മൾ വേരിയബിൾ വെച്ച് ചെയ്യണം, ലെറ്റേഴ്സ് വെച്ച് ചെയ്യണം, ആ ഒരു ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. ഈ ടേംസിനെ ഞാൻ ഫസ്റ്റ് ടേമിന് എഫ് എന്ന ലെറ്ററും കോമൺ ഡിഫറൻസിന് ഡിയും കൊടുത്താൽ സെക്കൻഡ് ടേം വരിക എഫ് പ്ലസ് ഡി ആണ്. തേർഡ് ടേം എഫ് പ്ലസ് 2d ആണ്. വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യപ്പെടും. ഫോർത്ത് ടേം എക്സ് പ്ലസ് 3d ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് 4 ടേംസ് വരുമ്പോൾ എഫ്, എഫ് പ്ലസ് ഡി, എഫ് പ്ലസ് 2d, എഫ് പ്ലസ് 3d, ആ 4 ടേംസായി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദി എൻഡ്സ്, അറ്റത്തുള്ള 2 ടേംസിൻ്റെ സമ്മ്, അതായത് x1 പ്ലസ് x4 അല്ലേ. പൊസിഷൻ നോക്കുമ്പോൾ x1 x2 x3 x4 ആണ്. അപ്പോൾ x1 പ്ലസ് x4 ചെയ്യുമ്പോൾ എന്താ വരിക? എഫ് പ്ലസ് ലാസ്റ്റ് ഉള്ളത് എഫ് പ്ലസ് 3d ആണ്, ഈക്വൽ ടു എഫ് പ്ലസ് എഫ് 2f. ഇപ്പോൾ 2f പ്ലസ് 3d എന്ന് കിട്ടും. സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദി എൻഡ്സ്. ഇനി സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദി മിഡിൽ. സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദി മിഡിൽ ഏതൊക്കെയാ? x2 പ്ലസ് x3, സെക്കൻഡും തേർഡും ആഡ് ചെയ്യുക. അപ്പോൾ എഫ് പ്ലസ് ഡി പ്ലസ് എഫ് പ്ലസ് 2d ദറ്റ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് 2f ആണ്, ഡി പ്ലസ് 2d 3d ആണ്. നോക്കിയേ, 2f പ്ലസ് 3d ആണ് x2 പ്ലസ് x3. മിഡിലുള്ള 2 ടേംസിൻ്റെ സമ്മ്. 2 എൻഡിലുള്ള ടേംസിൻ്റെ സമ്മ് x1 പ്ലസ് x4 ആണ്, അത് 2f പ്ലസ് 3d തന്നെയാണ്. സോ ഫ്രം ദീസ് 2 equations 1 and 2, we can say that sum of the 2 terms at the ends and sum of the 2 terms at the middle are equal. 2 അറ്റത്തുള്ള ടേംസിൻ്റെ സമ്മും മിഡിലുള്ള ടേംസിൻ്റെ സമ്മും ഈക്വൽ ആണെന്ന് പറയാം. ഇതാണ് നമ്മുടെ പിന്നെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ. ഇതിപ്പോൾ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ്റെ ഒരു പോയിന്റ് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 4th ക്വസ്റ്റ്യൻ നോക്കിയോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക എല്ലാവരും. റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസസ് വിത്ത് 100 as the sum of first 4 terms. Sum of first 4 terms 100. ആദ്യത്തെ 4 ടേംസിൻ്റെ സമ്മ് 100 വരണം. അങ്ങനെ
4 അരിത്തമെറ്റിക് സീക്വൻസസ് ഫോം ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അരിത്തമെറ്റിക് സീക്വൻസ് 4 ഫോം ചെയ്യണം. അതിൻ്റെ സമ്മ് 100 ആയിരിക്കണം. സം ഓഫ് 4 ടേംസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഐഡിയ വെക്കുമ്പോൾ x1 x2 x3 x4 ആണല്ലോ. ഈ 4 സമ്മാണ് 100 വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ x1 പ്ലസ് x4 50 ആയിരിക്കണം, x2 പ്ലസ് x3 50 ആയിരിക്കണം. അതല്ലേ കണ്ടീഷൻ അല്ലേ? ആ എൻഡിലുള്ള 2 ടേംസും മിഡിലുള്ള 2 ടേംസും ആഡ് ചെയ്യുമ്പോൾ സെയിം ആൻസർ വരണം. അപ്പോൾ ടോട്ടൽ സമ്മ് 100 ആയതുകൊണ്ട് x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 50, x2 പ്ലസ് x3 ഓൾസോ ഈക്വൽ ടു 50. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. ചില പ്രത്യേക ടേം ഒന്നും തന്നിട്ടില്ല. ആ 4 ടേംസ് ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ സമ്മ് 100 വരണം. 100 വരണമെങ്കിൽ ഇതും ആഡ് ചെയ്താലും 50 വരണം, സെക്കൻഡും തേർഡും ആഡ് ചെയ്താലും 50 വരണം. അപ്പോൾ നമുക്ക് സമ്മ് 50 വരുന്ന ഏതെങ്കിലും 2 എടുത്താൽ മതി. അത് നമ്മളെ ചോയ്സാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ടേം ആയിട്ടൊരു 20 എടുത്തു. അപ്പോൾ സമ്മ് 50 വരണം എന്ന് പറയുമ്പോൾ ഇവിടെ 30 ആവണം. 20 പ്ലസ് 30 50 ആണ്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് 20യും 30യും. 20യും 30 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 10 അല്ലേ? അപ്പോൾ ഒരു 10 ഇങ്ങോട്ട് ആഡ് ചെയ്യുക, 40. ഒരു 10 ലെസ് ചെയ്യുക, അപ്പോൾ 10. അപ്പോൾ കറക്റ്റല്ലേ നോക്കിയേ? 10 പ്ലസ് 40 50 ആണ്, 20 പ്ലസ് 30യും 50 ആണ്. അപ്പോൾ ടോട്ടൽ സമ്മ് 50 പ്ലസ് 50 100. അപ്പോൾ ഞാൻ മിഡിലുള്ള 2 സമ്മ് 50 വേണമെന്ന കണ്ടീഷൻ വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള 2 നമ്പേഴ്സ് അങ്ങ് എടുത്ത് 20യും 30യും. ഇനി വേറൊരാൾക്ക് 1 2 3 4 മിഡിലുള്ള ടേംസ് സമ്മ് 50 വരുന്ന വേറെ ഏതെങ്കിലും നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഞാൻ 10ഉം 40യും എടുക്കുന്നു. 10ഉം 40യും സമ്മ് എന്താണ്? 50 ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസ് 10ഉം 40യും ആണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ടേം കോമൺ ഡിഫറൻസ് 30 ആണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ടേം ഒരു 30 അവിടെ ആഡ് ചെയ്യുക, അപ്പോൾ 70 ആയി. ഇവിടെ നിന്നൊരു 30 ലെസ് ചെയ്യുക, അപ്പോൾ -20 ആയി. ഇപ്പോൾ ടേംസ് കറക്റ്റായി. -20യും 70യും ആഡ് ചെയ്താൽ 50 ആണ്. 10ഉം 40യും ആഡ് ചെയ്താലും 50 ആണ്. അപ്പോൾ 50 പ്ലസ് 50 ടോട്ടൽ സമ്മ് 100 വരും. ഇങ്ങനെ നമുക്ക് ഏത് വേണേൽ സെലക്ട് ചെയ്യാം. 1 2 3 4. ഈ മിഡിലുള്ള 2 സമ്മ് 50 വരണമെന്നേ ഉള്ളൂ അല്ലേ? ഞാനൊരു 6 എടുത്തു, 44 എടുത്തു. 6ഉം 44ഉം ഇപ്പോൾ 38 ആണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ അടുത്തത് കാണാൻ 44നോട് 38 ആഡ് ചെയ്ത് കൊടുക്കുക, 82 കിട്ടും. ലെഫ്റ്റിലേക്ക് വരാൻ 6ൽ നിന്ന് 32 മൈനസ് ചെയ്യുക, അപ്പം -32 എന്ന് വരും. ഈ 4 ടേംസും ആഡ് ചെയ്താലും 100 വരിക. ഇങ്ങനെ അടുത്തടുത്തുള്ള 2 ടേംസ് ആഡ് ചെയ്യുമ്പോൾ 50 വരുന്ന രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ഡിഫറൻസ് കണ്ടെത്തും നമ്മൾ. ആ കോമൺ ഡിഫറൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ടേംസ് കാണുക. അതാണ് നമ്മുടെ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറേ ടൈമായി, അതുകൊണ്ട് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് 5 6 7 ഒരു 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. സീ യു നെക്സ്റ്റ് ഡേ.